നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരു കഥ കേട്ടാലോ? അപ്പൊ നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയാട്ടോ ഞാൻ ഈ കഥ പറയുന്നത്. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന മനുഷ്യങ്ങളുടെ ബാലേന്ദ്രനെ കാണാൻ വന്നു. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന അവിടേക്ക് വരുന്നേ. അലീന വന്നിട്ട് എന്താ രണ്ടാളും കൂടെ ഒരു രഹസ്യം പറിച്ചില്ല, കുറെ സമയമായല്ലോ അച്ഛൻ വന്നിട്ട്, എന്നിട്ട് എന്താ അകത്തേക്ക് കയറാത്തെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഞങ്ങളൊരു കല്യാണം ആലോചിക്കുമായിരുന്നു. കല്യാണോ? ആർക്ക്? ഇവനും മറ്റാർക്കാ? ഇവന് വയസ്സ് 10-27 അപ്പോഴേക്കും അലീനയുടെ മുഖത്തൊരു നടുക്കമുണ്ടായി. സത്യമാണോ? പിന്നീട് അലീന ആലോചിച്ചിട്ട് പറഞ്ഞു, അപ്പൊ എനിക്കൊരു ഊണ് കിട്ടില്ലല്ലേന്ന് ചോദിച്ചു. എന്നാര് പറഞ്ഞു? നീ ആ കല്യാണത്തിന് ഉണ്ടാവാതിരിക്കില്ലല്ലോ എന്ന് ബാലേന്ദ്രൻ ഒന്ന് നോക്കിയിട്ട് ഒരു കള്ളച്ചിരിയോടുകൂടി പറഞ്ഞു. അങ്ങനെ രാത്രിയെ കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും അലീന എന്ത് ചെയ്തു, എല്ലാവർക്കും ഉള്ള അത്താഴമൊക്കെ വിളമ്പോണം. അപ്പം മനുശങ്കറും ഉണ്ടായിരുന്നു. അലീന പിറ്റേ ദിവസം പോവാന്ന് പറഞ്ഞിട്ട് മനുവും വന്നേക്കുമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഒടുവില് എല്ലാരും കൂടെ അത്താഴം കഴിക്കാനായിരുന്നു. പക്ഷേങ്കില് സാധാരണഗതിയില് ഉള്ള തമാശ പറച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു മ്ലാനതയായിരുന്നു മുറിയിൽ നിറച്ചു. ആർക്കും ഒരു സന്തോഷം കാര്യങ്ങളൊന്നുമില്ല. ഊണ് കഴിക്കാൻ പോലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ബാലേന്ദ്രനാണ് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ കുട്ടികളാണെങ്കിലോ മൈൻഡ് പോലും ചെയ്തില്ല. ബബിതയാണെങ്കിലോ കുറെ സമയം വിളിച്ചിട്ടാ ഒന്ന് എഴുന്നേറ്റ് വന്നത്. കുറെ സമയം നിർബന്ധിച്ചു. ആദ്യമൊക്കെ വേണ്ട വേണ്ടാന്നും പറഞ്ഞിരുന്നു. പക്ഷെ കുറെ സമയം കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് വന്നു. രോഹിത്താണെങ്കിലോ ഒരു ചപ്പാത്തി മുറിച്ച് ഇച്ചിരി ഒന്ന് കഴിച്ചെന്ന് വരുത്തി. അതുപോലെ തന്നെ കൃഷ്ണമോള് ഒരല്പം ചോറുണ്ടു. അവൾക്കാണെങ്കിൽ നല്ല കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ അവള് കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. ബാലേന്ദ്രനും മനുശങ്കരനുമാണ് കഴിക്കണമെന്ന് പോലും ഉണ്ടായിരുന്നില്ല. അലീനയാണെങ്കിൽ മുമ്പിലിരിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പൊ എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് സങ്കടം ആവുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രം അവരിങ്ങനെ വെറുതെ ഇങ്ങനെ നുള്ളിപ്പെറുക്കി അവിടെ ഇരുന്നുള്ളൂ. അലീനയാണെങ്കിലും കുറച്ചു മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അലീനയ്ക്ക് എങ്ങനെയെങ്കിലും ഇന്നത്തെ രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നുള്ളൂ. കാരണം അത്രയ്ക്ക് ടെൻഷനാണ്, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, അന്നത്തെ രാത്രിയില് ബാലേന്ദ്രനും വൈജയന്തിയും കിടന്ന ആ മുറിയിലാണ് മനുശങ്കർ കിടക്കാൻ പോകുന്നത്. മനുശങ്കറിന് വേണ്ടിയിട്ട് അലീന അവിടെയാണ് മുറി ഒരുക്കി കൊടുത്തത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കർ പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് വെള്ളം എടുത്തു തരണം, രാത്രി ചിലപ്പോൾ കുടിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ കുടിക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ അലീന എന്ത് ചെയ്തു, കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് മേശപ്പുറത്ത് വെച്ചു. ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിട്ട് അലീന അങ്ങോട്ട് തിരിയണ സമയത്ത് പെട്ടെന്ന് മനുശങ്കർ അവളുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അലീന പെട്ടെന്ന് മനുവേട്ടനെ നോക്കി. എന്താന്ന അർത്ഥത്തില്, അതെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്ന കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, എനിക്കറിയാം. അതെ നാളെ നീ എങ്ങോട്ടാ പോകുന്നതെന്നറിയാവോ? അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അച്ഛൻ എന്നോടൊരു സ്ഥലപ്പേര് പറഞ്ഞിട്ടുണ്ട്, അത്രമാത്രം അറിയത്തുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. ഇനി കൂടുതൽ അറിയണമെങ്കിൽ അച്ഛൻ മനുവേട്ടനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ല നീ എന്താ അങ്കിളിനോട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതിരുന്നേ? ആരുടെ അടുത്തേക്കാ കൊണ്ടുപോകുന്നെങ്കിലും ചോദിക്കണ്ടേ? എന്നോട് പറയാമെന്ന് അച്ഛൻ പറഞ്ഞേ. എന്നിട്ട് പറഞ്ഞു? ഇതുവരെ പറഞ്ഞില്ല. എന്നാലും എനിക്ക് ആശങ്കയൊന്നുമില്ല. എന്നെ അച്ഛൻ എന്താണെങ്കിലും നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞു. അല്ല അപ്പൊ നിനക്ക് ഈ വീട് വിട്ടുപോകാൻ വിഷമമൊന്നുമില്ലേ? അപ്പോഴേക്കും അലീന അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അലീനയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് അവളുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. ഈ സമയത്ത് മനുഷ്യങ്ങളുടെ ഭയങ്കര ടെൻഷനായി. പാവം അവൾക്ക് വിഷമമായും തോന്നേ. സോറി ഇട്ടോന്ന് പെട്ടെന്ന് അവൻ പറഞ്ഞു. പെട്ടെന്ന് അവന്റെ കൈ പിടിവിച്ച് അലീനെ കണ്ണും തുറച്ച് മുറിയുന്ന അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയത്തൊക്കെ ബബിതയാണെങ്കിൽ കട്ടിൽ കമിഴ്ന്ന് കിടക്കുക. ബബിതയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. മുറിയിലാണെങ്കിൽ വെളിച്ചം കാര്യങ്ങളൊന്നുമില്ല, ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. കുറച്ചു കഴിഞ്ഞാൽ അലീന വന്ന് തുറന്നു നോക്കിയപ്പോഴത്തേനും മുറി വെട്ടമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. ബബിത എന്ത് ചെയ്തു, അതേ കിടപ്പ് തന്നെ കിടക്കുകയാണ്. അലീനയെ തല തിരിച്ചൊന്ന് നോക്കി. പിന്നീട് പതുക്കെ അലീന കട്ടിൽ വന്നിരുന്നിട്ട് ബബിതയുടെ തോളത്ത് കൈവച്ചിട്ട് ബബിതയെന്ന് വിളിക്കുകയാണ്. മോളെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബബിത ഒന്ന് തിരിഞ്ഞു നോക്കിയതല്ലാതെ ഒരു പ്രതികരണം ഉണ്ടായില്ല. ഒരു വിധത്തില് അലീന അവളുടെ മുഖം തന്റെ മുഖത്തോട് പിടിച്ച് ബലമായിട്ട് തിരിക്കാൻ ശ്രമിച്ചു. പക്ഷേങ്കില് ബബിത ചെറുത്ത് നിന്നുള്ളൂ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്ക്. ഒടുവില് അലീന അവളുടെ മുഖം എടുത്ത് അവളുടെ മുഖത്തും ഒക്കെ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു, ശിരസിലും ഒക്കെ തലയോടിക്കൊണ്ടിരുന്നു. കുറച്ചേരം കഴിഞ്ഞിട്ട് അവളങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അവളുടെ കൈത്തണ്ടയിലേക്ക് ബബിത അങ്ങോട്ട് പിടിച്ചു. അലീനയ്ക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവള് ബബിതയുടെ അരികിൽ തന്നെ ഇരുന്നു. അവളുടെ മുഖം പിടിച്ച് നേരെയാക്കി അവളുടെ നെറ്റിയിലേക്ക് ഒരു മുമ്പ് കൊടുക്കണം. അതെ നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ. ഞാൻ പോയാലും നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ അച്ഛനോടും അമ്മയോടും ഒക്കെ സ്നേഹത്തോടെ പെരുമാറണം. ഞാൻ പോയാലും ഇടയ്ക്കിടയ്ക്ക് ഇനി വരും, എല്ലാവരുടെയും കാര്യം നോക്കും. നീ സന്തോഷമായിട്ടിരിക്കുന്ന കേട്ടാ മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ രോഹിത്തിനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാ, കൃഷ്ണമോളെ, അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അവരെയൊക്കെ നന്നായിട്ടൊക്കെ നോക്കണമെന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര വിഷമമായിരുന്നു ബബിതയ്ക്ക്. വീണ്ടും ബബിതയുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ വെച്ചിട്ട് അലീന അവളെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് നേരെ കൃഷ്ണയുടെ മുറിയിലേക്ക് പോയി.
കൃഷ്ണമോൾക്ക് കൂട്ടുകിടക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. കൃഷ്ണമോളാണ് ഉറങ്ങാതെ കിടക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനെ കൃഷ്ണമോള് കെട്ടിപ്പിടിച്ചു. അങ്ങനെ കെട്ടിപ്പിടിച്ച് തന്റെ അമ്മൂമായിട്ട് ചരിച്ചു കിടത്തി. ഈ സമയത്ത് കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം താന് അലീന ചേച്ചി ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല അലീനയുടെ മനസ്സിലുള്ള വിഷമം, താൻ ഇവയെ വീട്ടിൽ വന്നത് മുതൽ തന്നോട് അനുകമ്പയോടും സ്നേഹത്തോടും കൂടി ഏറ്റവും കൂടുതൽ പെരുമാറിയ ആള് കൃഷ്ണമോളാണ്. അപ്പൊ അവളെ തനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. താൻ അവളുടെ ചേച്ചിയാന്ന് അറിയാതെ, അതൊന്നും അറിയാതെയായിരുന്നു, എപ്പോഴും തന്റെ പക്ഷത്തായിരുന്നു അവള്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് വല്ലാത്തൊരു സങ്കടമായി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും അലീനയുടെ തോളൊക്കെ നനഞ്ഞു വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോ കൃഷ്ണമോള് കരയുക. പെട്ടെന്ന് അലീന ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോളുടെ മുഖമൊക്കെ ആകെപ്പാടെ വല്ലാതിരിക്കുന്നു, കരഞ്ഞു കഴിഞ്ഞു. ആ സമയം അലീനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ ഒന്നുകൂടി അങ്ങോട്ട് കരയണം. ദേ കരയില് കേട്ടോ, എനിക്ക് സങ്കടം വരും. എത്രയാന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ദേ നിങ്ങളെ കാണാൻ ഞാൻ ഓടി വരില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണയെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ അലീന എഴുന്നേറ്റു വീട്ടുജോലികളെല്ലാം ഒട്ടുമിക്കാലും തീർത്തു കഴിഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് അലീനയെ വിളിച്ചിട്ട് അലീനയുടെ കയ്യിലേക്ക് ഒരു കവർ കൊടുത്തു. ഇതെന്താ അച്ഛാന്ന് ചോദിച്ചു. അതെ, ഇത് നിനക്ക് ഇട്ടോണ്ട് വളരെ ഡ്രസ്സാന്ന് പറഞ്ഞു. അച്ഛാ അതൊക്കെ എന്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഇത് ഇട്ടോണ്ട് നീ എന്റെ അടുത്തേക്ക് മുകളിലത്തെ മുറിയിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ബാലേന്ദ്രന് തിരികെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും അലീനയുടെ കയ്യിൽ നിന്ന് കൃഷ്ണമോൾ ആ ഭാഗം നിന്ന് പിടിച്ചു വാങ്ങി നോക്കി. ആഹാ, ഞാനൊന്ന് കാണട്ടെ അച്ഛന്റെ സമ്മാനം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോൾ ആ കവർ വാങ്ങി നോക്കി. ആഹാ, ഇടിമിന്നല് പോലത്തെ ചുരിദാറൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അലീന അത് വെച്ച് നോക്കി. ഇതിനെന്ത് വില അയക്കണം? എന്താണെന്ന് നല്ല വില ആയിട്ടുണ്ട്. ഒരു 10,000 രൂപയെങ്കിലും ആയി കാണുമെന്ന് പറഞ്ഞു. 5,000 രൂപയുടെയോ? ദൈവമേ, ഇതുകൊണ്ട് എത്ര ചുരിദാർ വാങ്ങാം. അലീനയാണ് അന്തം വിട്ടു. എന്നാലും എന്റെ അളവ് ഇതെങ്ങനെ അച്ഛൻ അറിയാന്നേ? അതെ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കൃഷ്ണമോൾ പറഞ്ഞു, അമ്പടി കള്ളി, അപ്പൊ നീയും കൂടെ ചേർന്നിട്ടല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അലീന അവളുടെ ചെവിക്ക് പിടിക്കുവാണ്. പിന്നീട് അലീന എന്ത് ചെയ്തു, ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നേരെ ബാലേന്ദ്രന്റെ മുറിയുടെ അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഇങ്ങോട്ട് വാ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അലീനെ നോക്കി. ബാലേന്ദ്രന്റെ ഭയങ്കര സന്തോഷമായി അലീനെ ആ വേഷത്തിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞു, കൊള്ളാം, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛാ, എനിക്ക് ഇത്രയും വില പിടിച്ചൊന്നും വേണ്ടായിരുന്നു പറഞ്ഞു. അതെന്താടി അങ്ങനെ പറഞ്ഞേ? അല്ല അച്ഛാ, ഈ പൈസ ഉണ്ടെങ്കിൽ ഈ പൈസ ഉണ്ടെങ്കിൽ അതെ, പൈസ ഒത്തിരി ഉള്ളൊരു വീട്ടിലേക്കാ നീ പോന്നേ. അപ്പൊ അവിടെ ചെല്ലുമ്പോ അതിന് ചേരുന്ന വേഷത്തിൽ വേണം ചെല്ലാനായിട്ട്. നീ എന്റെ മോളാന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നെന്ന് പറഞ്ഞു. പിന്നീട് എന്ത് ചെയ്തു, ബാലേന്ദ്രൻ അവിടെ ഇരുന്നൊരു ജ്വല്ലറി ബോക്സ് തുറന്നു. ഇങ്ങടുത്ത് വരാൻ പറഞ്ഞു. അലീനെ വിളിക്കുവാണ്. ഇതെന്താ അച്ഛാ? പിന്നീട് ബാലേന്ദ്രൻ അതിനകത്ത് കമ്മലും മാലയും വള അങ്ങനെയൊക്കെ എടുക്കുവാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ കണ്ണു പറഞ്ഞു, ഇതെന്തിനാ അച്ഛാ? അതെ, ഇങ്ങനെ ആയിരിക്കരുത് നീ ഇവിടുന്ന് പോന്നേ. അലീന വന്ന സമയത്ത് അലീനയുടെ കഴുത്തിലൊരു കൊന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മാലയും കമ്മലും മോതിരവും ഒക്കെ ഇട്ടോണ്ട് വേണം പോവാനായിട്ട്. വേണ്ടച്ചാ, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇട്ടോണ്ട് വേണം നീ പോവാനായിട്ട്. അച്ഛാ, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് അച്ഛന്റെ സ്നേഹം മാത്രം മതി, അതൊന്നും പോരാ. നീ ഒരു വേലക്കാരിയായിട്ടാ ഈ വീട്ടിലേക്ക് വന്നേ, പക്ഷെ എങ്കിൽ നീ തിരിച്ചു പോകുന്നത് എന്റെ മകളായിട്ടാ. എന്റെ മകളായിട്ട് പോകുമ്പോ അതേ അന്തസ്സോടെ മാത്രം എനിക്ക് യാത്ര അയക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു വിഷമത്തോട് ഒഴിട്ട് അലീന ബാലേന്ദ്രൻ തോളിലേക്ക് ചായുവാണ്. ബാലേന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചാൽ നെറുകയില് ഒരു ഉമ്മയെ കൊടുത്തു. അത്രയ്ക്ക് ബാലേന്ദ്രന്റെ വിഷമമുണ്ട് അലീനയെ പറഞ്ഞു വിടുന്നേല്. പക്ഷേ എങ്കില് അവളുടെ നിർബന്ധം കാരണമാണല്ലോ വിടുന്നേ. പിന്നീട് ബാലേന്ദ്രൻ എന്ത് ചെയ്തു, മേശ വലിപ്പ് പറഞ്ഞ് അതിനകത്തുനിന്ന് ഒരു കവറെടുത്തു. ഇതെന്താ അച്ഛാന്ന് ചോദിച്ചു. അതെ, ഇത് രൂപയൊന്നുമല്ല, രൂപ നിന്റെ തന്നിട്ട് കാര്യമില്ലെന്നറിയാം. കാരണം നീ അത് ഏതെങ്കിലും ഓർഫനേജിനോ എവിടെയെങ്കിലും കൊണ്ടേ കൊടുക്കത്തുള്ളൂ. ഇത് നിന്റെ പാസ്ബുക്കും ചെക്ക് ബുക്കും ഒക്കെയാ, അതിന് നീ സൂക്ഷിച്ചാ മതി. ഓഹോ, അപ്പൊ എല്ലാം കണക്കെല്ലാം തീർത്ത് എന്നെ പറഞ്ഞയക്കുമല്ലേ? ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും എന്നോടുള്ള സ്നേഹം അച്ഛൻ ഇല്ലാതാവും. പിന്നെ അത് നമുക്ക് നോക്കാം, ഇല്ലാണ്ടാവോ ഇല്ലയോന്ന്. പിന്നെ നീ ചെല്ല, എല്ലാവരുടെയും യാത്ര പറയണ്ടേ, നമുക്ക് വൈകാതെ തന്നെ ഇവിടുന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അലീന കണ്ണൊക്കെ തുടച്ച് പതുക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതിന്റെ ഓത്തിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും ആ പ്രതീക്ഷിച്ചിരിക്കുവാനും തോന്നി. അലീന ഇങ്ങനെ കമ്മലും മാലയൊക്കെ ഇട്ട് വരുന്ന കണ്ടപ്പോ തന്നെ അവനൊരു അത്ഭുതം തോന്നി. മുമ്പ് കണ്ട അലീന ചേച്ചിയല്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അലീന ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു, അച്ഛൻ വാങ്ങി തന്ന എനിക്കിതെല്ലാം. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അവൻ എന്ത് ചെയ്തു, അവന്റെ കയ്യിലിരുന്ന ഒരു സ്റ്റുഡിയോയുടെ കവർ അവൾക്ക് നേരെ നീട്ടി. ഇതെന്താ? എറണാകുളത്ത് പോയപ്പോ എടുത്ത് കുറച്ച് ഫോട്ടോസുകൾ CD ആണ്. അതെ, കുറച്ച് ഫോട്ടോസും ഉണ്ട്. അലീന അത് വാങ്ങി അതെല്ലാം കൂടെ എടുത്ത് നോക്കി.
ഒരു ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ ആ കൂടെ ഉണ്ടായിരുന്നു. ഇതെന്താ ഇതിനകത്ത്? അതിപ്പൊ തുറക്കണ്ട എന്ന് പറഞ്ഞു. അതെന്താ? അതെ, എന്റെ ഒരു ഗിഫ്റ്റാ അലീന ചേച്ചി, അത് പിന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അതൊന്നും വേണ്ടായിരുന്നു മോനെ. അതെ, ഞാനൊരു ഗിഫ്റ്റ് തരണ്ടേ? ചേച്ചി എനിക്ക് സമ്മാനമൊക്കെ വാങ്ങി തന്നിട്ടുണ്ടല്ലോ, ഞാൻ ഇന്നു വരെ ചേച്ചിക്കൊന്നും വാങ്ങി തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയ്ക്ക് ആ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. അലീനയ്ക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അലീന അവനെ സ്നേഹത്തോടെ നോക്കി, എന്നിട്ട് ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും അവന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ട് അവൻ പറഞ്ഞു, അതെ, ഞാൻ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചിനെ, എന്നോട് ക്ഷമിക്കണോട്ടോ. ഹരിയുടെ കൂട്ടുപിടിച്ചാ ഞാൻ അതൊക്കെ ചെയ്തത്. മാനം കെടുത്താൻ പോലും ശ്രമിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. എടാ, അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേടാ മോനെ, നീ എന്തിനാ അതൊക്കെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നേ? എനിക്ക് ഇപ്പൊ അതൊന്നും എന്റെ മനസ്സിൽ പോലും ഇല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ല എന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ചേച്ചി. ജയിലിൽ നിന്ന് ഇറക്കിയപ്പോ ഇറങ്ങിക്കഴിഞ്ഞപ്പോ എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയത് ചേച്ചിയാ. എന്നെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ചേച്ചിയാ. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തതെന്ന് പോലും ഞാനിപ്പോ ആലോചിക്കുന്നുണ്ട്. ചേച്ചി തന്ന ധൈര്യത്തിലാ ഞാൻ ഇത്രടം വരെ എത്തിയത്. എനിക്ക് വേണ്ടി ചേച്ചി എന്തൊക്കെ സഹിച്ചു. എല്ലാവരോടും ചേച്ചി എനിക്ക് വേണ്ടി സംസാരിച്ചു. ക്ഷമ പറയാനൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല ആരോടും. അതൊക്കെ എന്നെ പഠിപ്പിച്ച് ചേച്ചി അല്ലായിരുന്നോ? അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലി എനിക്ക് ഭയങ്കര സങ്കടമായി. അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. സാരമില്ല, പോട്ടെ, ഇനി ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ചേച്ചിയോട് ക്ഷമിക്കണം കേട്ടോ. എന്നോട് നീ ക്ഷമയൊന്നും പറയണ്ട. എനിക്കൊരു അനുജനെ കിട്ടിയല്ലോ, അത്ര മാത്രം മതി എനിക്ക്. എന്തിനാടാ ചേച്ചിയോട് ക്ഷമ പറയണമെന്നൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്നും അല്ലേലും നീ ഒരു ആൺകുട്ടി അല്ലേടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അവന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്ന കണ്ടപ്പത്തേനും അലീന പോയി ആ കണ്ണൊക്കെ തുടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതെ, ഇനി കരയൊന്നും വേണ്ട കേട്ടോ. കരഞ്ഞിട്ടുണ്ടേ എനിക്ക് സഹിക്കത്തില്ല. പിന്നെ നിങ്ങളെ ഒന്നും ഞാൻ ഉപേക്ഷിച്ചു പോകത്തില്ല. ഞാൻ വരും. പിന്നെ ഫോണുണ്ടല്ലോ, നമുക്ക് സംസാരിക്കാം. ഇടയ്ക്ക് മാസത്തിൽ ഒരു തവണയൊക്കെ ഞാൻ വരും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഒരു കാര്യം, ദേ, നിന്റെ അനുജമുത്തിമാരെയൊക്കെ നന്നായിട്ട് നോക്കണം. പിന്നെ മാഡം ഇങ്ങോട്ടേക്ക് വന്നാലും മാഡത്തിന് ഒരു കാരണവശാലും ഒറ്റപ്പെടുത്തല്ല. അവർ തമ്മിൽ അച്ഛനും അമ്മയും തമ്മിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ അതുകൊണ്ട് അവരെ തമ്മിൽ അകറ്റുന്ന പല സാഹചര്യവും ഉണ്ടാവും. പക്ഷെ അവരെ ചേർത്ത് നിർത്താൻ നിങ്ങൾ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഒരു ഉപദേശമൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാം പറഞ്ഞ് അവനെ ഏൽപ്പിച്ചു. പക്ഷെ എങ്കിൽ അവന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമായിരുന്നു. ഇത്രയും നാളും താങ്ങും താണലും ആയിട്ടിരുന്ന ചേച്ചിയാണ് പെട്ടെന്ന് പോവാനായിട്ട് പോകുന്നത്. അത് അവന് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് വാതിക്കലേക്ക് അലീന എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, അല്ലേ ചേച്ചിക്ക് എന്നെ ഒന്ന് ഉപദേശിക്കാനല്ലേന്ന് ചോദിച്ചു. എന്ത്? അല്ല, നന്നായിരിക്കണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നന്നായിട്ട് പഠിക്കണമെന്നോ ഇനി വഷളായി പോലെന്നോ? അങ്ങനൊന്നും ഇല്ലെന്നേ. ഇനി നീ അങ്ങനെയൊന്നും പോവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് നിന്നെ അറിയാൻ പാടില്ലേ? ഇനിയിപ്പൊ നീ ഒരു കുരുത്തക്കേടും കാണിക്കരുത്, നല്ല വ്യക്തമായിട്ട് അറിയാന്ന് പറഞ്ഞു. അങ്ങനെ അലീന താഴേക്കിറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബബിതയെ നോക്കി. നല്ല ഭംഗിയുണ്ട് കാണാൻ, കൊള്ളാലോ, ഇപ്പൊ ഒരു കല്യാണ പെണ്ണിനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞു. മനുശങ്കർ നോക്കി. മനുശങ്കർ നോക്കിയിട്ട് ആദ്യമായിട്ട് കാണുന്നവൾ നോക്കുവാണ്. കാരണം കണ്ണെടുക്കാനേ തോന്നിയില്ല. അത്ര നല്ല സുന്ദരിയായിട്ടാണ് അലീന ഇറങ്ങി വരുന്നത്. ബാലേന്ദ്രന് നിർബന്ധം ഉണ്ടായിരുന്നു, ഒരു കാരണവശാലും ഇവിടുന്ന് ഇറങ്ങി പോണ സമയത്ത് അനാഥയെ പോലെ ഇറങ്ങിപ്പോയല്ലോ, ഒന്നുമല്ലാത്തവളെ പോലെ ഇറങ്ങിപ്പോരുത്, നല്ല സുന്ദരിയായിട്ട് വേണം ഇവള് പോവാനായിട്ട്. അങ്ങനെ ബബിത അലീനയെ ചേർത്ത് പിടിച്ചു. ഇച്ചിരി പുറത്തേക്ക് ഇച്ചിരി മാറ്റിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ അലീന ചേച്ചിരെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ, മതി മതി, നമുക്ക് നേരത്തെ അങ്ങോട്ട് എത്തേണ്ടതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയെ വിളിക്കുകയാണ്. അച്ഛാ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു. പിന്നീട് എന്ത് ചെയ്തു? അലീന അവിടെ നിൽക്കുന്ന സമയത്ത് കൃഷ്ണജ അലീനെ എന്ത് ചെയ്തു? മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവളുടെ അലമാരി തുറന്നിട്ട് അവിടെ നിന്ന് ഒരു ലേഡീസ് വാച്ച് എടുത്ത് കൃഷ്ണമോൾ അലീനയ്ക്ക് സമ്മാനം കൊടുക്കുകയാണ്. അപ്പോഴേക്കും അലീനോട്, ഇതെന്താ? ഇത് അലീന ചേച്ചി കൈ കെട്ടിക്കോ, ഇത് അലീന ചേച്ചിക്ക് തരാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചാന്ന് പറഞ്ഞു. എനിക്കാ? അതേന്നേ, ഞാൻ ചേച്ചിക്ക് സമ്മാനമൊന്നും തന്നില്ലോ, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതെ, മിടുക്കായിട്ട് പഠിക്കണം കേട്ടോ, അമ്മയെ അനുസരിക്കണം, അച്ഛന്റെ കാര്യങ്ങളൊക്കെ നീ നോക്കണം, എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അല്ല, ഇനി ചേച്ചി എന്നാ കാണുന്നേ? ഞാൻ വരൂന്നേ, നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ബബിത ബാഗൊക്കെ എടുത്തോണ്ട് വെച്ചു. അതെ, പോകുമ്പോ ഇതുകൂടി എടുത്തോണ്ട് പോകാൻ മറക്കരുതെന്ന് പറഞ്ഞു. ഇതെന്താ? കുറച്ച് പഴന്തുണിയാ. അച്ഛനൊരു പെട്ടി വാങ്ങിച്ചു അലീന ചേച്ചിക്ക് തരാൻ, അത് കാലിയാക്കിയിട്ട് കിടക്കണ്ടെന്ന് ഞാനും കരുതി. കാരണം അതിനകത്ത് കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് വേണ്ടിയിട്ട് ബബിതയം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അതെ, ആ പഴയ ബാഗിനകത്ത് ഉള്ള ആ തുണികളൊക്കെ ഉണ്ടല്ലോ, അതിനി കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ഇവിടെ വെച്ചാൽ മതി, നല്ല സാധനങ്ങൾ മാത്രം കൊണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അവർ ഓരോരുത്തരും ഓരോ സമ്മാനങ്ങൾ കൊടുത്തേ. അലീനയ്ക്ക് എങ്ങനെ എന്ത് പറയണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അനാദിയായിട്ട് ഈ വീട്ടിലേക്ക് വന്നവളാണ്. പക്ഷെ ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ എനിക്ക് അനുജത്തി എല്ലാരും ഉണ്ട്.
മനുശങ്കർ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു നോട്ടമായിരുന്നു. അലീനയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മനുശങ്കറിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ യാത്ര പറയാനായിട്ട് ഒരുങ്ങുകയാണ് അവള്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ നോവലിനെ പോലെയാണ് കേട്ടോ ഞാൻ ഇപ്പം കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു. നന്ദി.